ഹായ് എവരിവൺ. നമ്മൾ എല്ലാവരും എപ്പോഴും ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. ചിലപ്പോൾ അത് നേരെയാകാം, ഇരുവശങ്ങൾ ചരിഞ്ഞാകാം, കമിഴ്ന്ന് കിടന്നുറങ്ങാം. എന്നാൽ ചില രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ചിലയിനം ഉറങ്ങുന്ന പൊസിഷനുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതെന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന തലയണ വളരെ ഉയരം കൂടിയതോ അല്ലെങ്കിൽ നേർത്തതോ ആവരുത്. നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ തല ഒരിക്കലും ഉയരത്തിലോ അല്ലെങ്കിൽ കീഴ്പോട്ടോ നിൽക്കാൻ പാടില്ല. എപ്പോഴും നമ്മുടെ ബോഡിയുടെ ഒരു സ്ട്രെയിറ്റ് പൊസിഷനിൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നീട് നമുക്ക് നടുവിന് വേദനയോ സ്പോൺലൈറ്റിസ് പോലുള്ള ഡിസ്ക് ഇൻഫ്ലമേഷൻ ഉള്ളവരോ മസിൽ സ്റ്റിഫ്നെസ് ഉള്ളവരോ ആണെങ്കിൽ നമ്മൾ മാക്സിമം കമിഴ്ന്ന് കിടന്ന് ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒന്നുകിൽ നേരെ മലർന്ന് കിടക്കുകയോ അല്ലെങ്കിൽ ഇരുവശങ്ങൾ ചരിഞ്ഞ് കിടക്കാൻ മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ ഇരുവശങ്ങളിൽ ചരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മുടെ മുട്ടിൻ്റെ ഇടയിലായിട്ട് ഒരു പില്ലോ വെച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ നട്ടലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഷോൾഡർ പെയിൻ ഉള്ളവരായിക്കോട്ടെ, അവർ മാക്സിമം ഇരുവശങ്ങളിലേക്ക് ചരിഞ്ഞ് കിടക്കുന്നതിന് പകരം നേരെ മലർന്ന് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നീട് ഗർഭിണികൾ, അമിതവണ്ണമുള്ളവർ, നെഞ്ചെരിച്ചിലുള്ളവർ, കൂർക്കം വലിയുടെ പ്രശ്നമുള്ളവർ മാക്സിമം മലർന്ന് കിടക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇവർ മാക്സിമം ഇടതുവശം ചേർന്ന് കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നീട് കൂർക്കം വലിയുടെ പ്രശ്നമുള്ളവർ, ശ്വാസം മുട്ടലായി ഉള്ളവർ അല്ലെങ്കിൽ ചുമ ഉള്ളവരൊക്കെ മാക്സിമം കമിഴ്ന്ന് കിടക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മുടെ എയർ ഫ്ലോ കറക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നീട് മുഖത്തിന് ചുളിവ് വരാതിരിക്കാൻ വേണ്ടി കമിഴ്ന്ന് കിടക്കാതിരിക്കുക. മാക്സിമം നേരം മലർന്ന് കിടക്കാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.